അസ്സലാമലൈക്കും. ഇതെന്റെ മോനാണ്. മോൻക്ക് 6 മാസമായിട്ടുള്ളൂ. ഒന്നിക്ക് കിഡ്നിന്ന് വരുന്ന ട്യൂബിന് തടിപ്പായിട്ട് അവിടെ ബ്ലോക്ക് ആയിട്ട് എനിക്ക് അർജന്റായിട്ട് സർജറി പറഞ്ഞേക്കുന്നത്. സർജറി 19-ാം തീയതിയാണ് സർജറി പറഞ്ഞേക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്ത കാരണമാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്റെ മോനെ സഹായിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത് എന്റെ മോനക്ക് വേണ്ടി സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ പേര് നസീബ. എൻ്റെ മകളുടെ മോനാണ്. എനിക്ക് 6 മാസമായിട്ടുള്ള എനിക്ക് വിശേഷമുള്ളപ്പോൾ തന്നെ 7 മാസമുള്ളപ്പോൾ സ്കാനിങ് തന്നെ അറിഞ്ഞു നോക്കി മൂത്രത്തിൽ നിന്ന് പറഞ്ഞ് ട്യൂബിന് തടുപ്പുണ്ട് എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ പ്രസവിച്ചതിന് ശേഷം പിന്നെ ചികിത്സിക്കാൻ പറ്റുമെന്നാ പറഞ്ഞത്. എൻ്റെ മോനക്ക് ഇപ്പോൾ ഒന്നിനും പറ്റാത്ത അവസ്ഥ. അവനക്ക് വെച്ചാല് മൂത്രം പോകുമ്പോ അവനക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എനിക്ക് കരച്ചില്ല നേരം. അവനക്ക് അതുകൊണ്ട് തന്നെ ഒന്നിന് സർജറി വേണമെന്ന് ഡോക്ടർ നിർബന്ധമായിട്ടും പറഞ്ഞു. ഒരു മാർഗം സർജറിക്ക് മറ്റെല്ലാ കാര്യത്തിനും വേണ്ടി 10 ലക്ഷം രൂപ ചെലവ്. എന്ത് ചെയ്യണം കാണുന്ന എന്റെ മോനെ കാണുന്ന ഞങ്ങളെ കാണുന്ന എല്ലാവരും ഞങ്ങളെ കൊണ്ടാവുന്നത്ര സഹായം വേണം. ഞങ്ങള് പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്യണം എന്റെ മോനക്ക് വേണ്ടിയിട്ട്. എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട്. ജോഷിത്തോലസാണ്. ഞാനിപ്പോ റിയാൻ മോനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. റിയാൻ മോന്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു ജനിച്ചിട്ട് ഇപ്പോ 6 മാസമായിട്ടുള്ളൂ. യൂറിനിലേക്ക് പോകുന്ന ഞരമ്പ് ബ്ലോക്ക് ആയിട്ട് കിഡ്നിയില് ഇപ്പോ യൂറിൻ കെട്ടി കിടന്ന് കിഡ്നി ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എറണാകുളം ആശുപത്രിയിലാണ് കൊച്ചിന് സർജറി പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്ന 19-ാം തീയതിയാണ് സർജറി. ഏകദേശം 10 ലക്ഷം രൂപ നമ്മൾ കണ്ടെത്തണം. ഒരു രൂപം പോലും ഇവരുടെ വീട്ടിലില്ല എടുക്കാനായിട്ട്. വീട് വരെ ജെറ്റിലേക്കാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ നോക്കി നമ്മൾ മനസ്സ് വെച്ചാൽ ഈ കൊച്ചിനെ രക്ഷപ്പെടുത്താം. നിങ്ങൾ എല്ലാവരും സഹായം വേണം. കൊച്ചിന് ചികിത്സയ്ക്കായിട്ടുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ എല്ലാം ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കണം. താഴ്മണി അപേക്ഷിക്കാൻ കൈവിടരുത്. ഈ പിഞ്ചു കുഞ്ഞിനെ നമുക്ക് എല്ലാവർക്കും കൂടി രക്ഷിക്കാം പ്ലീസ്. നമസ്കാരം, ഞാൻ സാജൻ കച്ചേരിയാണ്. തൃശ്ശൂർ ജില്ലയിലെ വെങ്കടക് പഞ്ചായത്തിലെ തൊയ്ക്കാവിലുള്ള ഈ മോന്റെ വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ. കാരണം മൂത്രം പോവാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ കിഡ്നി വരെ പോകുന്നതാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എറണാകുളത്തുള്ള ആസ്ട്രൽ മെഡിസിറ്റിയിലാണ് മോന്റെ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കും മറ്റ് ഏകദേശം 10 ലക്ഷം രൂപയോളം വേണം. അപ്പൊ ഇത് കാണുന്ന നല്ലവരായ ആളുകൾ ഈ മോനെ സഹായിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഷാഹിദ് ചാവക്കാടാണ്. പ്രിയപ്പെട്ട സാജേട്ടനും മോന്റെ ഉമ്മക്ക് പറഞ്ഞ പോലെ വല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ വന്നപ്പോ. സർജറിക്കും തുടർ ചികിത്സയായിട്ട് ഏകദേശം 10 ലക്ഷം രൂപയോളം കണ്ടെത്തേണ്ടതാണ്. ഒരു നിവൃത്തിയില്ലാത്ത കുടുംബമാണ്. നിങ്ങളാൽ കഴിയാവുന്ന ഒരു സഹായം ചെയ്ത് ഈ പൊന്നു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവരെ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും. എന്റെ പേര് സജ്ന. ഞാൻ വെങ്കിടം ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് മെമ്പറാണ്. എന്റെ വാർഡിൽ സ്ഥിരതാമസക്കാരിയായ ഫാത്തിമയുടെ മകൻ 6 മാസമുള്ള റയാൻ കുഞ്ഞു മകനാണ്. അവന് ഒരു സർജറിക്ക് വിധേയായിരിക്കുകയാണ്. കിഡ്നി ട്യൂബിലെ ഒരു തടിപ്പാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കായിട്ട് ഒരു 10 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു സർജറി ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കഴിയുന്നവര് സഹായിക്കുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും. ഞാൻ തൊയ്ക്കാവ് തെക്കേ മഹല്ല് ജുമാഅത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. പേര് ഷെയ്ഖ് സഫറുദ്ദീൻ. ഞങ്ങളുടെ മഹല്ലിലെ അംഗമായ ഫാത്തിമയുടെ മകൻ റയ്യാൻ വളരെ പ്രയാസത്തിൽ 6 മാസം പ്രായമേ ആയിട്ടുള്ളൂ. ഓപ്പറേഷന് വിധേയമായിരിക്കുകയാണ്. അത് വളരെയധികം ചിലവ് വരുന്ന ഒരു ഓപ്പറേഷനാണ്. ചികിത്സയ്ക്കുമായിട്ട് ഒരു 10 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിനെ സഹായിക്കുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക.